നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് അനുവിന് നേരെ തിരിവാണ് ആര്യ. നീ എന്ത് പരിപാടി അനു കാണിച്ചത്? അവനാണെങ്കിൽ മാക്സിമം ശിക്ഷ കിട്ടില്ലായിരുന്നോ? ആ സമയത്ത് നീ എന്തിനാ കേസ് പിൻവലിക്കാൻ പോയത്? അപ്പോഴേക്കും അനു പറഞ്ഞു, എനിക്ക് അങ്ങനെ ചെയ്യാൻ ആരും ചേട്ടാ തോന്നിയത്. ഒരു പക്ഷേങ്കില് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ രണ്ട് കുടുംബക്കാരും തമ്മിലുള്ള പ്രശ്നം അത് കൂടുതൽ വഷളാകത്തേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യവും ഞാൻ ചെയ്യുള്ളൂന്ന്. അച്ഛൻ എന്നോട് ദേഷ്യം ഉണ്ടോന്ന് ചോദിച്ചു. എനിക്ക് മോളോട് ദേഷ്യമൊന്നുമില്ല. ഞാൻ അല്ലെങ്കിലും എന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് അനുവിനൊരു സമാധാനമായത്. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അച്ഛാ ഇവള് കാണിച്ച ശരിയാന്നാണ് അച്ഛൻ പറയണേ. അവന് ശിക്ഷ കിട്ടി അവൻ അകത്ത് കിടക്കില്ലായിരുന്നോ? ആ കൃത്യ സമയത്ത് തന്നെ ഇവന് കേസ് പിൻവലിച്ചിരിക്കുന്നു. അപ്പോഴേക്കും അനു പറഞ്ഞു, ആര്യം ചേട്ടാ ഞാൻ ചെയ്ത എന്താന്ന് വെച്ചാല് അതായത് അമ്മമ്മ വന്ന് അമ്മയുടെ കാല് പിടിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് മറിഞ്ഞു അതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ അലോകിന് ശിക്ഷ കിട്ടി അലോക് ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അമ്മമ്മയൊന്നും ജീവനോടെ ഇരിക്കില്ലെന്ന്. അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സ്വസ്ഥത സമാധാനം കിട്ടുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഇതായിരിക്കും ഏറ്റവും നല്ല വഴിയെന്ന് എനിക്ക് തോന്നി. പോരാത്തതിന് അലോകിനൊരു കുറ്റബോധം ഉണ്ട് താനും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ. അല്ലാതെ ഒരിക്കലും ഞാൻ നിങ്ങളെയൊക്കെ മനഃപൂർവ്വം നിങ്ങളുടെ മുഖത്ത് കരിവാരിത്തേക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളൊന്നും അല്ലാന്ന് പറഞ്ഞു. ആ സമയത്ത് അലോകിനെയും കൂട്ടിക്കൊണ്ട് രവി വർമ്മ വക്കീലും അച്യുതനും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുക. രവി വർമ്മ വക്കീൽ പറഞ്ഞു, ഒരു നിമിഷം ഞാൻ ഭയന്നു പോയി. കുറ്റസമ്മതം നടത്തി കഴിഞ്ഞപ്പോൾ കോടതി എന്താളും മാക്സിമം ശിക്ഷ വരുമെന്ന് എനിക്ക് ഉറപ്പായി. കുറഞ്ഞൊരു 10 വർഷമെങ്കിലും അകത്ത് കിടക്കേണ്ടതായിരുന്നു പറഞ്ഞു. അച്യുതൻ പറഞ്ഞു, അത് ശരിയാ, ഞാനും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വക്കീൽ പറഞ്ഞു, കൃത്യസമയത്ത് തന്നെ പെണ്ണ് കേസ് പിൻവലിച്ചല്ലോ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ അകത്ത് കിടന്നേനും. അപ്പോഴേക്കും അച്ഛൻ ചോദിച്ചു, നിനക്ക് എന്താടാ അലോകെ, തലയ്ക്ക് ഭ്രാന്തായിരുന്നു എന്ന് ചോദിച്ചു. അങ്ങനെ പുറത്തേക്ക് വരുമ്പോഴത്തേനുമാണ് അനുശ്രീയും ബാലനും ഗോമതിയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം അലോക് അവിടെ നിൽക്കുവാണ്. ആ സമയം അച്ഛൻ ചോദിച്ചു, എന്താടാന്ന് ചോദിച്ചു. അലോക് മറുപടി ഒന്നും പറഞ്ഞില്ല. നേരെ അനുശ്രീയുടെ അടുത്തേക്ക് പോവാണ്. എടാ നീ എന്തിനാ അവളുടെ അടുത്തേക്ക് പോകുന്നെന്ന് ചോദിച്ചു. അലോ അവിടേക്ക് ചെന്നു. അലോകിയെന്ന് അനുവെന്നും പറഞ്ഞ് വിളിക്കുവാണ്. അനുശ്രീ തിരിഞ്ഞു നിന്ന് സംസാരിച്ചോണ്ടിരിക്കുവാണ്. അപ്പോഴേക്കും അനുശ്രീ തിരിഞ്ഞു നോക്കി. അലോക്, അനു നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് കാലിലേക്കൊരു ഒറ്റ വീഴ്ചയായിരുന്നു. അനുശ്രീയും ബാലനും ഗോമതി ആര്യം വരാൻ ഞെട്ടിപ്പോയി. ആര്യനാണെങ്കിൽ അവനടുത്തേക്ക് വരുന്ന കണ്ടപ്പോഴത്തേനും പാഞ്ഞെന്ന് അവന്റെ കർണത്തടിക്കാൻ തുടങ്ങിയപ്പോ ബാലനാണ് തടഞ്ഞത്. വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ ഏതാ അനുശ്രീയുടെ അടുത്തേക്ക് വന്നതെന്ന് അറിയത്തില്ല. എല്ലാരും കൂടെ നിൽക്കുന്നോണ്ട് അനുശ്രീ ഒന്നും ചെയ്യില്ല എന്നും അറിയായിരുന്നു. ആ സമയത്ത് അച്യുതൻ ഞെട്ടിപ്പോയി. അച്യുതൻ പറഞ്ഞു, ദൈവമേ ഇതിനേക്കാളും ഭേദം ഇവൻ ആ ജയിലിൽ കിടക്കുന്ന തന്നെയായിരുന്നു. നാണക്കേടല്ലേ? അപ്പോഴേക്കും കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് ആൾക്കാരൊക്കെ ഫോണും എടുത്തുകൊണ്ട് ഓടി വന്നു. അവരൊക്കെ വീഡിയോസും കാര്യങ്ങളും പിടിക്കുകയാണ് ഈ രംഗം കണ്ടിട്ട്. അനുശ്രീയുടെ കാലിലേക്ക് കേണ് കിടന്ന് അപേക്ഷിക്കണം. അനു എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, എന്ത് ചെയ്യാനാന്ന് പറ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, നീ എന്നോട് ക്ഷമിച്ചെന്ന് പറയാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അച്യുതൻ അങ്ങോട്ട് ഓടി വന്നു. അവനെ പിടിച്ചെഴുന്നേപ്പിക്കുകയാണ്. എടാ അലോകെ, നീ എന്ത് പരിപാടി കാണിക്കുന്നേ, ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വലിക്കുമ്പോഴത്തേനും അലോക് പറഞ്ഞു, അച്ഛൻ വിട്ടേ, എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറയണം എന്ന് പറഞ്ഞു. നിനക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം, പക്ഷെ നീ എന്നോട് ക്ഷമിക്കണം അനു. ഞാൻ ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ചെയ്തേ. ഇപ്പൊ എന്നെ കോടതി വെറുതെ വിട്ടു, പക്ഷെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നീ കാരണമാ. 10 വർഷം ശിക്ഷ കിട്ടി അകത്ത് കിടക്കേണ്ടവരായിരുന്നു ഞാൻ. നീ ഒരു പക്ഷേങ്കിൽ കേസ് പിൻവലിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. കുറച്ചു ദിവസം ജയിലിൽ കിടന്നപ്പോഴാണ് എനിക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നേ. ഞാൻ നിന്നോട് ചെയ്ത എത്രമാത്രം ക്രൂരതയാണ്. ഒരു പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അതെന്തുകൊണ്ടാണെന്നറിയാവോ? ഞാൻ ജനിച്ചപ്പം മുതൽ ദേവമംഗലം കൃഷ്ണമംഗലം തമ്മിലുള്ള പകയുടെ കഥകളൊക്കെ അറിഞ്ഞാൽ വളർന്നേ. അപ്പൊ എനിക്ക് വാശിയായിരുന്നു ദേവമംഗലത്തോട്. അങ്ങനെ ആ വാശി നിന്റെ കല്യാണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്കത് ഒട്ടും സഹിച്ചതുമില്ല. നീ എന്നെ ആത്മാർത്ഥമായിട്ടാ സ്നേഹിച്ചേ. പക്ഷെ ഞാൻ നിന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട്, ദേവമംഗലത്തോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് നിന്റെ അടുത്ത് ഞാൻ സ്നേഹം അഭിനയിക്കുമായിരുന്നു. പക്ഷെ നിനക്കതൊന്നും അറിയണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, കല്യാണം എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ദേവമംഗലത്തോട് പ്രതികാരം ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഒരു സമയമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. ഞാൻ നിന്നെ വിളിച്ചിട്ട് എന്നോടൊന്ന് മാപ്പ് പറയുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം നിന്റെ ചിത്രങ്ങളൊക്കെ ഞാൻ പ്രചരിപ്പിച്ചു. അതൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു. നിനക്ക് ഞാൻ അയച്ചു തരാൻ പോലും പാടില്ലായിരുന്നു. പക്ഷെ അപ്പോഴാ സമയത്ത് എനിക്ക് അങ്ങനെയാ തോന്നിയത്. നീ എൻ്റെ അടുത്തേക്ക് മാപ്പ് പറയാൻ വന്ന് ഇപ്പം നിന്റെ മനസ്സിൽ പോലും കാണില്ലായിരുന്നു ഞാൻ നിന്നെ തട്ടിക്കൊണ്ടു പോകുന്നൊക്കെ. എൻ്റെ മനസ്സിലെ ചിന്തകൾ വേറെയായിരുന്നു. അന്ന് മാപ്പ് പറയാൻ വന്ന് നിന്നെ ഞാൻ തട്ടിക്കൊണ്ടുപോയി ഒരു മുറിയിലിട്ട് പൂട്ടി. പിന്നീടോ
എൻ്റെ മനസ്സിലെ ചിന്ത പിറ്റേ ദിവസം കല്യാണം നടക്കുന്ന സമയത്ത് എല്ലാവരുടെ മുന്നിലേക്ക് നിന്നെയും കൊണ്ട് പോവുകയാണെങ്കിൽ കല്യാണം മുടങ്ങും. ശരി തന്നെയായിരുന്നു. കാരണം ഒരുത്തൻ്റെ കൂടെ ജീവിച്ച ഒരു ദിവസം മുഴുവൻ കഴിഞ്ഞ ഒരു പെണ്ണിനെ ആരെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാകുമോ? അതില്ലാന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് വന്ന് ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചത്. പക്ഷേങ്കിൽ നീ അപ്പം ബുദ്ധിപരമായിട്ട് പെരുമാറി. എന്നോട് ക്ഷമിക്കാനു, ഞാൻ തെറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് അലോകിന്റെ വക്കീൽ അച്യുതനോട് പറഞ്ഞു, ദേ അവനെ പോയി വിളിച്ചോണ്ട് വാ, അല്ലെ മിക്കവാറും അവൻ ഈ കുറ്റസമ്മതം അവന്റെ കുമ്പസാരം കേട്ട് കോടതി മിക്കവാറും സ്വമേധയാ കേസെടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവനെ പോയി വിളിച്ചോണ്ടിരാൻ പറഞ്ഞു. എടാ അലോകയെന്നും പറഞ്ഞുകൊണ്ട് പാഞ്ഞു ചെല്ലുവാണ്. അച്യുതൻ വീണ്ടും, ഇങ്ങോട്ടേക്ക് വാടാ, നീ എന്ത് പരിപാടിയാ, എന്തൊക്കെയാ വിളിച്ചു പറയണമെന്ന് അറിയാവോ? എടാ മീഡിയക്കാര് ഒക്കെ ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല ഫോണിനകത്ത് കുറച്ച് ആൾക്കാർ ഇതൊക്കെ പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. നീ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, നാറ്റിക്കരുതേ, നിനക്കിത് എന്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിച്ച് നേരെ കാറിനകത്തേക്ക് കൊണ്ടേ കയറ്റി അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഹരനും അനു ബാലനും ഗോമതിയൊക്കെ പരസ്പരം നോക്കുവാണ്. അനുവിനാണ് കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അലോകിന്റെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അതൊരിക്കലും വെറുതെ പറയുന്നല്ലാന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഒരു ഭംഗി വാക്കിന് വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല, അലോകിന്റെ മനസ്സിൽ നിന്ന് വന്ന കാര്യങ്ങളാണ് അവർക്കൊക്കെ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അലോകിനെയും കൂട്ടിക്കൊണ്ട് അങ്ങനെ അച്യുതൻ വീട്ടിലേക്ക് വരുവാണ്. അലോക് എത്തിന്ന് അറിഞ്ഞപ്പം ഭയങ്കര സന്തോഷത്തോടുകൂടി രാജശ്രീയൊക്കെ മുറ്റത്തേക്ക് ഓടി ഇറങ്ങുന്നു. എനിക്കറിയായിരുന്നു എൻ്റെ മോൻ തിരികെ വരുമെന്ന്. എനിക്ക് ഇപ്പോഴും സന്തോഷമായെന്ന് പറഞ്ഞ് അലോകിനെ കെട്ടിപ്പിടിച്ചു. ആ സമയത്ത് ധർമ്മം പറഞ്ഞു, ബാ ഇനി അകത്തേക്ക് കയറുക, അകത്ത് ഇരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് കയറി. ആ സമയത്ത് രാജശ്രീ പറഞ്ഞു, ആ അനുശ്രീയെ പൊളിച്ചടിക്കി കാണും വക്കീല് കോടതിയിലല്ലേ, അവൾക്ക് നല്ലത് കിട്ടിക്കാണോ അല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ അച്യുതൻ പറഞ്ഞു, അതെ കിട്ടിയത് അവൾക്കിട്ടല്ല എനിക്കിട്ടാന്ന് പറഞ്ഞു. അച്യുതേട്ടനിട്ടോ? അച്യുതേട്ടൻ എന്തൊക്കെയാ പറയണേ? അതെ ആ വക്കീലിന്റെ മെടുക്കൊണ്ടൊന്നും അല്ല അലോക് പുറത്തിറങ്ങിയത്. പിന്നെയോ ആ അനുശ്രീ ഉണ്ടല്ലോ, ഇവനോട് ക്ഷമിച്ചു, ഇവന് മാപ്പ് കൊടുത്ത് കേസ് പിൻവലിച്ചോണ്ടാന്ന് പറഞ്ഞു. സത്യമാണോടാ നീ സത്യമാണോ അച്ഛേട്ട പറയണെന്ന് ചോദിച്ചു. അല്ലാതെ പിന്നെ ഞാൻ ഇതിന് കള്ളത്തരം പറയണെന്ന് ചോദിച്ചു. ഇപ്പൊ ആകെപ്പാടെ നാണക്കേടായി പോയെന്ന് പറഞ്ഞു. അത് കേട്ടതും ധർമ്മം പറഞ്ഞു, ഒരു നല്ല കാര്യമല്ല അച്യുതേട്ടാ, അച്യുതേട്ടൻ അതിനെന്തിനാ ഇങ്ങനെ പറയണെന്ന് ചോദിച്ചു. അനന്തം പറഞ്ഞു, എടാ ഇനിയെങ്കിലും നീ ഒരു നല്ലവനായിട്ട് മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്ക്, ഇനി പഴയ പോലത്തെ സ്വഭാവം ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴും അലോ ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയം അച്യുതൻ പറഞ്ഞു, ഇനിയിപ്പം നാണക്കേട് കൊണ്ട് തലയുടുത്ത് നടക്കേണ്ട കാര്യമില്ല, തല ഉടുത്ത് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്, എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, അതിനകത്ത് ഇപ്പൊ എത്ര നാണം കെടാൻ എന്നാ ഇരിക്കുന്നേ? അതെ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, എന്തൊക്കെ പ്രതീക്ഷകളാണെന്നറിയായിരുന്നോ എനിക്ക്. ഇന്ന് ഇവനെയും കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ വീട്ടിലൊരു ഉത്സവം നടത്തണമെന്ന് കരുതിയിരുന്ന, നാളെ ഇവനെ കൊണ്ടൊരു യാത്ര പോകണം, എല്ലാവർക്കും ഒരു ട്രിപ്പ് പോകണം എന്നൊക്കെ കരുതിയിരുന്ന, എല്ലാം ഒറ്റയടിക്ക് ഇവൻ തന്നെ നശിപ്പിച്ചില്ലേന്ന് ചോദിച്ചു. അനന്തം പറഞ്ഞു, എടാ അതിന് ഇവൻ എന്ത് നശിപ്പിച്ചെന്നാ, ഇവൻ എന്താ ചെയ്തേന്ന് ചോദിച്ചു. എന്താ ചെയ്തേന്നോ, കോടതിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഇവൻ ചെയ്ത എന്താണെന്നറിയോ? അനുസരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു, അനുസരുടെ കാലേ വീണ് മാപ്പി ചോദിച്ചെന്ന് പറഞ്ഞു. കാലേ വീണ് മാപ്പി ചോദിച്ചെന്നോ? പെട്ടെന്ന് രാജശ്രീ അങ്ങോട്ട് വന്നിട്ട് അലോകിന്റെ മുന്നിൽ നിന്നു. എന്നിട്ട് ചോദിച്ചു, സത്യം വേണ്ട അലോകെ, നിനക്കിത് എന്തു പറ്റി? നീ അവളുടെ കാലേ വീണോ? ദേവമംഗലംകാരുടെ കാലയില് കൃഷ്ണമംഗലംകാര് വീണ ഒരു ചരിത്രം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അത് കേട്ടപ്പോ അച്യുതൻ പറഞ്ഞു, അവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഫോണിനകത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. നാളെ നാണക്കേട് കാരണം തല ഉയർത്തി പിടിക്കാത്തൊരവസ്ഥയാ ഉണ്ടായിരിക്കുന്നേ. ഇവൻ മാപ്പ് പറഞ്ഞു, ചെയ്ത കുറ്റമല്ല ഏറ്റു പറഞ്ഞു. ആകെപ്പാടെ നാണം കെട്ടാ ഞാൻ അവിടെ നിന്നത്, ഒടയിൽ ഇവനെ പിടിച്ചു വലിച്ചു കയറ്റിക്കൊണ്ട് വരിക ചെയ്തേ. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, അതെ ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവനതിന് മാപ്പ് പറഞ്ഞാല് ഇവനെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറ്റം പറയാൻ പറ്റില്ല പോലും എന്നൊക്കെ പറഞ്ഞൊരു ദേഷ്യപ്പെടുമ്പോഴത്തേനും ഇന്ദിരാമ്മ പറഞ്ഞു, എടാ നീ എന്തിനാ അവനോട് ദേഷ്യപ്പെടുന്നേ? അവൻ നല്ലൊരു കാര്യം ചെയ്തായിട്ട് എനിക്ക് തോന്നേ, മോനെ നീ മുറിയിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ആ സമയത്ത് അലോക് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, എടാ എന്റെ വിഷമം കൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞേ. ധർമ്മം പറഞ്ഞു, വീട്ടിലേക്ക് അവൻ വന്നു കഴിയുമ്പോൾ എത്ര ദിവസം കൂടി വരുന്ന, അപ്പൊ ഇങ്ങനെയൊക്കെയാണോ പെരുമാറണ്ടേ? എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അലോകിന്റെ മുന്നിൽ നിൽക്കുമ്പോഴത്തേനും അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ കരച്ചിലായിരുന്നു അച്യുതനെ കെട്ടിപ്പിടിച്ചിട്ട്. അപ്പോഴേക്കും ഇന്ദിരാമ്മ പറഞ്ഞു, മുറിയിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അലോകും മുറിയിലേക്ക് പോയി. ഈ സമയത്ത് ഭയങ്കര ടെൻഷനോട് കൂടിയിട്ട് രാജശ്രീ പറഞ്ഞു, എന്റെ മോൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ജയിലിൽ കിടന്നു കഴിഞ്ഞപ്പത്തിന് അവന്റെ മനസ്സാകെപ്പാടെ മാറിപ്പോയി, അവന് വല്ല ഡോക്ടറെ കാണിക്കുക അച്യുതേട്ടാ, എന്നിട്ട് നമുക്ക് ഒന്ന് ചികിത്സിപ്പിച്ച് നോക്കാന്ന് പറഞ്ഞു. ധർമ്മം പറഞ്ഞു, ഒരു ചികിത്സയുടെ കാര്യമില്ല, ഇപ്പോഴാണ് അവന്റെ മനസ്സ് ശരിയായത്, പഴയ മനസ്സല്ലല്ലോ, ഇനി അവൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാണെങ്കിൽ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഈ സമയം മുറിയിലെത്തിയിട്ട് അലോ ഇങ്ങനെ ആലോചിക്കുവാണ്, അനു പാവം, അവളെ താൻ സ്നേഹിച്ചിട്ടില്ല, അവളോട് താൻ സ്നേഹം അഭിനയിക്കുകയോ ചെയ്തുകൊണ്ടിരുന്നേ, അവളെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിച്ചു, താൻ അവളെ വഞ്ചിച്ചു എന്നൊരു ചിന്ത അലോകിന്റെ മനസ്സിനെ വല്ലാതെ വേട്ടയാടുവാണ്. അലോകിന് ഒന്ന് ശരിക്കും കണ്ണടച്ച് ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല.
ഈ സമയത്ത് അനു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അനുവിനെ എല്ലാം ചോദ്യം ചെയ്യണം. ആനന്ദും ഒക്കെ. ആനന്ദ് പറഞ്ഞു, എന്തിനാ മോളെ നീ അങ്ങനെ കേസ് പിൻവലിച്ചേ? അവന് ശിക്ഷ കിട്ടത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചു. ആര്യം പറഞ്ഞു, അതെ, അവസാന നിമിഷം അവനെ കോടതി വെറുതെ വിട്ടെ. അതും ഇവള് കേസ് പിൻവലിച്ചോണ്ട് മാത്രം. എന്തിനാ ഇവളിങ്ങനെ ചെയ്തതെന്ന് അറിയത്തില്ല. എല്ലാവരുടെ മുഖത്ത് കഴിവാരത്തേക്കുമല്ലേ ഇവള് ചെയ്തതെന്നൊക്കെ ചോദിച്ചു. ആ സമയത്ത് അനു ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ആനന്ദ് പറഞ്ഞു, അവൻ നന്നാവെന്ന് കരുതിയിട്ടാണ് മോളെ നീ അങ്ങനെ ചെയ്തേ? ഈ ജന്മത്തിൽ അവൻ നന്നാവില്ല. അവൻ നമ്മുടെ കുടുംബത്തോട് ചെയ്ത ക്രൂരതകളൊക്കെ നിനക്കറിയാവുന്നല്ലേ? ആര്യം പറഞ്ഞു, അത് തന്നെയാണ് ചേട്ടാ ഞാനും പറയണേ. അവൻ അങ്ങനെ നന്നാവാനൊന്നും പോകുന്നില്ല. അതൊക്കെ അവന്റെ അടവ് മാത്രമാ, അല്ലാതൊന്നും അല്ലാന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടോണ്ടിരുന്ന അനുശ്രീക്ക് ആകെപ്പാടെ വിഷമമായി. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, മതി, എല്ലാരും നിർത്തിയാരെ. ഇനി എന്റെ കൊച്ചിനെ ആരും വഴക്കൊന്നും പറയണ്ട. ആ സമയം ആരും പറഞ്ഞു, അമ്മേ വേണ്ടാന്ന് പറഞ്ഞില്ലേ? അവളുടെ എന്റെ മനസ്സ് എനിക്കേ അറിയത്തുള്ളൂ. കാരണം അമ്മ എന്നോട് ഒന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ ഞാനും കേട്ടാ. ഒരു പക്ഷെ അലോകിന് ശിക്ഷ കിട്ടിയായിരുന്നെങ്കിൽ എന്താ ഏതാന്നൊക്കെ എനിക്ക് പോലും അറിയണ്ടായിരുന്നില്ല. എന്റെ മനസ്സും അവളുടെ മനസ്സും നിങ്ങളൊക്കെ എന്താ മനസ്സിലാകാത്തെ? എന്റെ മനസ്സിൽ എന്താണെന്നറിയാവോ? ഒരു വശത്ത് എന്റെ ആങ്ങളയുടെ മകന്, ഒരു വശത്ത് എന്റെ സ്വന്തം മകള്. ഇവരിൽ ആരുടെ കൂടെ നിൽക്കും, ആരെ ഞാൻ ചേർത്ത് പിടിക്കും? ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു തട്ടുകേട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ആ ഒരു വിഷമം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതൊന്നും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു ഗോമതി കരയുവാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.